ഗായ്സ്, നാളെ സൺഡേ അല്ലേ, ഇപ്പോൾ ഒരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിട്ടിരുന്ന് കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേന് നല്ല സ്മൂത്തായിട്ട് അരച്ച് വെച്ചിട്ട് ഇത് ഈ പരുവത്തിലാണെങ്കിൽ ദോശ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതെൻ്റെ ഒരു മല്ലിത്തൂക്കാണ്. ഇതാണ് എൻ്റെ അടുപ്പ്. നമ്മൾ ഈ കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയത്തില്ലേ, മാവ് പൊങ്ങാൻ. ഇതും മതി, നല്ല ടൈറ്റ്. ഞാൻ സ്ഥിരം വെക്കുന്ന മാവ് വെക്കുന്ന ഇതിലാണ്. നല്ല സൂപ്പറായിട്ട് പൊങ്ങും. നല്ല ടൈറ്റാണ്, ഒരു തുള്ളി ഏറെ കിടക്കത്തില്ല, അടിപൊളിയാണ്. അപ്പം ഞാൻ ആ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി എന്നതാ വൈകിട്ട് എന്തായാലും ഒരു കറിയും കൂടെ ഒക്കെ വെക്കണം. പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവർ വരുമ്പോൾ തന്നെ എല്ലാം സെറ്റായി. ഞാൻ കുറച്ച് അവൽ നനച്ചായിരുന്നു. ഇനി ഇത് പഴവും തേങ്ങ ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ അവൽ നനയ്ക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് നനച്ച് വെക്കും. സ്വല്പ സമയം എന്നെ നനച്ച് വെക്കുവാണെങ്കിൽ നന്നായിട്ട് നല്ല സോഫ്റ്റ്. ഇവിടുത്തെ എല്ലാ പ്ലേറ്റെല്ലാം മാറ്റി സോഫ്റ്റായിട്ടിരിക്കും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് അതൊന്ന് സെറ്റാകാൻ വെക്കണം. സെറ്റാകാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാവും. അവരെ ഒരുപാട് സമയമായി പുറത്ത് പോയിട്ട്. ദക്ഷിണയ്ക്ക് സൈക്കിൾ ഒരു പ്രൈസാണ്. ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ, ഇപ്പോൾ സൈക്കിള് മാറ്റി ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു കൊടുക്കാൻ. ഈശ്വര, അതാകുമ്പോൾ ലൈസൻസ് വേണ്ടല്ലോ. റോഡ് നിയമങ്ങളെല്ലാം പറയുന്നുണ്ട്. അവരുടെ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി സൈക്കിൾ ചവിട്ടി വന്നു. അത് വീട് തൊട്ടടുത്താണ്, മെയിൻ റോഡൊന്നും ക്രോസ് ചെയ്യണ്ടാത്ത. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ആക്റ്റീവയിൽ എന്നും ഇരുന്നിട്ട് കാലെത്തുമോ? എനിക്കാണെങ്കിൽ പേടിയാണ്. ഞാനില്ലാത്ത സമയം വല്ലതും കീട്ട് വല്ലതും ചെയ്യുമോ എന്ന് കറക്റ്റായിട്ടറിയാം. സ്റ്റാർട്ട് എടുക്കുന്നതൊക്കെ കറക്റ്റായിട്ടറിയാം. റോഡ് നിയമങ്ങൾ മുഴുവൻ ഈ പ്രായത്തിലെ ഫുള്ള് നിയമം. ലൈസൻസ് കാറിൻ്റെ ഇതിൻ്റെ ഉണ്ടായിട്ട് എനിക്കറിയാൻ പോലും പറ്റാത്ത കുറേ നിയമങ്ങൾ നല്ല കറക്റ്റായിട്ട് ദക്ഷിണ പറയുന്നുണ്ട്. നമുക്കൊരു കാര്യത്തിനോട് ഇഷ്ടം തോന്നിയാൽ അത് എങ്ങനെയാണേലും ബാലൻസ് വീല്, മറ്റേ അവർക്ക് ഒരു ബാലൻസ് വീലൂടെ 2 കൂടി ഇട്ടിട്ടല്ലേ അവരുടെ കൊച്ചു സൈക്കിള്, അതിൽ നിന്ന് അടുത്ത പുതിയ സൈക്കിളിലോട്ട് 2 വീലിൻ്റെ സൈക്കിൾ കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. കാലൊന്ന് വെച്ചിട്ടൊന്ന് പുള്ളി നോക്കി, കാലൊന്ന് എടുത്ത് നോക്കിയിട്ട് വെച്ചപ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ട് ബാലൻസ് വീലില്ലാതെ പോയത്. എങ്ങനെ പഠിച്ചോ, എപ്പോൾ പഠിച്ചോ എന്നറിയത്തില്ല. എല്ലാവരും 2 വീലിലോട്ട് പെട്ടെന്ന് മാറുമ്പോഴത്തേന് കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ അതൊന്ന് പഠിച്ചു വരാൻ. ദക്ഷിണ കൊണ്ട് വെച്ച് അപ്പം തന്നെ മിടിക്കുക കേട്ടോ. എൻ്റെ മോളായതുകൊണ്ട് പറയുന്നില്ല, മിടിക്കുന്ന വെച്ചാൽ മിടിക്കുക എല്ലാ കാര്യത്തിലും. പഠിക്കാനും ഡാൻസിനും എല്ലാ കാര്യത്തിലും. എല്ലാ അമ്മമാർക്കും അവരുടെ കുട്ടികൾ മിടിക്കുകയായിരിക്കും. പക്ഷേ ഇതത് അങ്ങനെയല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അത്യാവശ്യം എല്ലാം കാര്യം. അപ്പോൾ ഇവിടുത്തെ ജോലി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് തൂത്ത് സെറ്റാക്കിയിടണം. അവരുടെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയിടണം. ബുക്ക് എക്സാം ആയതുകൊണ്ട് ഇവിടുന്ന് റൂമിലോട്ട് വെക്കുന്നേ, ഇവിടെ തന്നെ വെക്കും എപ്പോഴും. പെട്ടെന്ന് പഠിക്കണമെങ്കിലേ ഞാൻ ഈ ഒരു ലൈറ്റ് ആകുമ്പോഴേ ഇവിടുത്തെ ലൈറ്റെല്ലാം ഇടും. പക്ഷേ ഏട്ടൻ എപ്പോഴും പറയും നല്ലതായിട്ട് വെട്ടം പോയിട്ട് ലൈറ്റ് ഇട്ടാൽ മതി. കറണ്ട് ബില്ല് ഇപ്പോൾ ഭയങ്കരമാണ്. ഇതെല്ലാം ലൈറ്റ് കൂടി ഇട്ടിട്ട് ഭയങ്കര കൂടുതൽ. നമ്മുടെ കടമുറിയുടെ അതെല്ലാം കഴിഞ്ഞിട്ടും കറണ്ട് ബില്ല് ഭയങ്കര കൂടുതലാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.